നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും അവരുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും ഈശ്വരാനുഗ്രഹം ലഭ്യമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ നക്ഷത്രത്തിലും ജനിച്ച എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നേരത്തെ പേരും നക്ഷത്രമൊക്കെ അയച്ചു തന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ തുടരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളൊരു വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ അധ്യായത്തിൻ്റെ തുടർച്ചയാണ്. എന്ന് പറഞ്ഞാൽ 1199 മിഥുന മാസത്തിലെ ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് മിഥുനമാസം എന്ന് പറയുന്നത് 2024 ജൂൺ 15 മുതൽ ജൂലൈ 15 തീയതി വരെയുള്ള ഒരു മാസമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട ഈ 4 നക്ഷത്രക്കാരുടെ ഫലമാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നക്ഷത്രഫലം, പ്രതിമാസ ഫലം കണക്കാക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശികൾ ഏതൊക്കെയാണ്, ഏതെല്ലാം രാശികളിൽ കൂടിയാണ് ആ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്, ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൃഷ്ടി, പരസ്പര ബന്ധം, ഇതൊക്കെ കണക്കാക്കുന്നുണ്ട്. താൽക്കാലികമായിട്ടാണ്, ഗ്രഹങ്ങൾ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ രാശികളിൽ വരികയും മറ്റ് ഗ്രഹങ്ങളുമായിട്ട് ചേരുകയും ദൃഷ്ടി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോരോ ഫലങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ നക്ഷത്രങ്ങളുടെ പ്രത്യേക സ്വഭാവങ്ങളും കൂടെ കണക്കിലെടുത്താണ് ഈ ഫലം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഭൂരിഭാഗവും, ഈ പറയുന്ന ഫലങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അനുഭവപ്പെടാൻ ഇടയുള്ള ഫലങ്ങളാണ്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ഒരുപാട് ദീർഘിപ്പിക്കാതെ അതിലേക്ക് കടക്കാം. ആദ്യം ചോതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. അപ്പോൾ ഇപ്പോഴുള്ളൊരു ഗ്രഹാവസ്ഥ വെച്ചിട്ട് വേണം നമ്മൾ ഇത് കണക്കാക്കാൻ. സൂര്യൻ മിഥുനം രാശിയിലേക്ക് കടന്നിരിക്കുന്നു. ബുധനും ശുക്രനും അവിടെയുണ്ട്. ബുധൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കർക്കടകത്തിലേക്ക് മാറും. അതിൻ്റെ പിന്നാലെ തന്നെ ശുക്രനും കർക്കടകം രാശിയിലേക്ക് മാറുന്നതാണ്. ചൊവ്വ സ്വക്ഷേത്രമായ മേടത്തിലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴമാണെങ്കിൽ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു. രാഹു മീനൻ രാശിയിലും കേതു കന്നി രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ശനിയാണെങ്കിൽ മൂലത്രികോണ ക്ഷേത്രമായ കുംഭത്തിൽ കുറേ കാലമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആണ് ഗ്രഹങ്ങളുടെ താൽക്കാലികമായ സ്ഥിതി. ഇതോടൊപ്പം തന്നെ ചന്ദ്രൻ 2.25 ദിവസം വീതം ഓരോ നക്ഷത്രങ്ങൾ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട് മാസഫലങ്ങൾ പറയുമ്പോൾ. ആദ്യം നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ ഫലമാണ് നോക്കാനുള്ളത്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഒരല്പം മത്സരബുദ്ധി ഉണ്ടാകും. സഹപ്രവർത്തകരുമായിട്ടോ അല്ലെ ആ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ള ആളുകളുമായിട്ടോ ഒരു മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കാനുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ വ്യാപാരത്തിലുള്ളവർക്കാണ് ഇത് കൂടുതൽ. വ്യാപാരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്ന ഒരു സമയമാണ്. അതിനു വേണ്ടിയിട്ട് ധാരാളം ഉപദേശങ്ങൾ തേടുകയും സുഹൃത്തുക്കളുടെയും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ സഹായം തേടാനും മടിക്കുകയില്ല. അത് ഗുണകരമായിട്ട് വരികയും ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ സമയനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ കയറി വരുമെങ്കിലും അതൊക്കെ തട്ടി മാറ്റി ചോതി നക്ഷത്രക്കാർക്ക് കാര്യം സാധിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കിട്ടുന്ന ഒരു സമയമാണ് മിഥുനമാസം. അതായത് അനുകൂലമാണ്. ആ ഒരു ഭാഗം കർമ്മത്തിൻ്റെ ഭാവത്തിൽ അനുകൂലമായിട്ട് വരും. നല്ല കാര്യനിർവഹണ ശേഷിയും വിജ്ഞാനപ്രദമായ ആശയങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ളൊരു കഴിവുമൊക്കെ ചോതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ പരസ്പരം വിജ്ഞാനം പങ്കുവെക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഗുരുക്കന്മാരുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉപദേശകരുണ്ടല്ലോ വ്യാപാരത്തിലും നമ്മുടെ കർമ്മരംഗത്തും നമ്മളെ നേരായ രീതിയിൽ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ട് ആശയങ്ങൾ പങ്കുവെക്കാനും തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കിയിട്ട് അത് നന്നായിട്ട് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന സമയമാണ് ചോതി നക്ഷത്രക്കാർക്ക്. പിന്നെയുള്ളത് എന്താണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിലവിലുള്ള വ്യവസ്ഥകളൊക്കെ, നിലവിൽ ഉള്ള സാമൂഹ്യ വ്യവസ്ഥകൾ മറികടന്നും ചെയ്യാനുള്ളൊരു ധൈര്യവും ശേഷിയും ഉണ്ടാകും. അത് വിവാഹ കാര്യത്തിലാണെങ്കിലും വീട് പണിയുന്ന കാര്യത്തിലാണെങ്കിലും. നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ, വീടൊക്കെ പണിയുമ്പോൾ ഒരു പരമ്പരാഗത സങ്കല്പം ഉണ്ടല്ലോ, ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ളത്. അതൊക്കെ മറികടന്ന്, അതുപോലെ വാഹനം വാങ്ങിക്കുമ്പോൾ പലരും ഉപദേശമായിട്ട് വരും, പക്ഷെ അതൊക്കെ മറികടന്നായിരിക്കും നമ്മുടെ സെലക്ഷൻ. അപ്പോൾ അതിനുള്ള ഒരു ധൈര്യവും. വ്യാപാര രംഗത്ത് ഏറ്റവും രസകരമാണ് നമ്മളൊരു വ്യാപാരം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ അതിനെപ്പറ്റി 100 അഭിപ്രായങ്ങൾ പലരും പറയും. പക്ഷേ ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തെ ഫലം വെച്ച് നോക്കുമ്പോൾ ധൈര്യപൂർവ്വം
അവർക്ക് പുതിയൊരു മേഖല കണ്ടെത്താനായിട്ട് സാധിക്കും. അതേസമയത്ത് ധർമ്മപ്രവൃത്തികളിലും ജീവകാരുണ്യപരമായ കാര്യങ്ങൾ, രോഗികളുടെ സന്ദർശനം, രോഗികൾക്ക് ഔഷധങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതി ഉണ്ടാകും. ഒരുപാട് പേര് അത് ചെയ്യുകയും ചെയ്യും. ചോദ്യ നക്ഷത്രക്കാർ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ ഇടയുള്ള ഒരു മാസമാണ് ഈ മിഥുനമാസം. അതേസമയത്ത് പിതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയവുമാണ്. പിന്നെ നമുക്ക് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സമയമാണ്. കുറേ ധനമൊക്കെ വന്നു ചേരും. ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ കടങ്ങളൊക്കെ ഒഴിവാക്കി നല്ലൊരു പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കും ചോദ്യ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ സാങ്കേതികപരമായ കാര്യങ്ങളിൽ വിജ്ഞാനം വർദ്ധിക്കും. നമ്മൾ സാങ്കേതിക വിദ്യയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും, നമുക്കൊരു എഞ്ചിനീയറിങ്ങിലൊന്നും വലിയ ബിരുദമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് സാങ്കേതികമായ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഒരുപാട് പേരുമായിട്ട് നന്നായിട്ട് ഇടപെട്ട് അറിവുകൾ ഷെയർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു കടമുറി പണിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീട് പണിയുമ്പോഴോ ഒക്കെ നമ്മുടേതായ ആശയങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മുതിർന്ന ആൾക്കാരോടും അതുപോലെ തന്നെ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന ആൾക്കാരോടും കലഹിക്കാനുള്ളൊരു സാധ്യതയും ഈ സമയത്ത് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ഉപദേശങ്ങൾ നമുക്ക് ദേഷ്യം ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമല്ല എന്നറിഞ്ഞിട്ടും പലരും അത് ആവർത്തിക്കുമ്പോൾ ദേഷ്യം ഉണ്ടാകും. അതിനകത്ത് ചിലപ്പം ഗുരുജനങ്ങൾ കാണും, പ്രായമുള്ളവർ കാണും നമ്മളെക്കാളും. സമൂഹത്തിൽ അല്പം മൂപ്പനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുതിർന്നു നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സമൂഹത്തിലെ നേതാക്കളായിട്ട് നിൽക്കുന്നവർ. ചിലർ ശരിക്കുള്ള നേതാക്കളും ചിലർ നേതാവ് ചമഞ്ഞ് നടക്കുന്നവരും ഒക്കെ കാണും. അങ്ങനെയുള്ളവരൊക്കെ ഉപദേശിക്കാൻ വരും. അതിൽ നമുക്കൊരല്പം കല്ലുകടി ഉണ്ടാകും, മാനസികമായിട്ടൊരു ദേഷ്യമൊക്കെ തോന്നും. പക്ഷേ നല്ല രീതിയിൽ പോവുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നൊരു സമയമായതുകൊണ്ട് ഈ സമയം നന്നായിട്ട് ഉപയോഗിക്കുക. മറ്റ് വഴക്കുണ്ടാക്കാനും സമയം കളയാനൊന്നും പോകണ്ട. പുതിയ ജോലി ഈ സമയത്ത് തേടുന്നത് അത്ര ഗുണകരമല്ല. നിലവിലുള്ള ജോലി മെച്ചപ്പെടുത്തുന്നതാണ് അതിലും നല്ലത്. നിലവിലുള്ള ജോലിയിൽ കുറച്ചുകൂടെ ഉയർന്ന പൊസിഷൻ കിട്ടാനായിട്ട് ഭാവിയിൽ സാധ്യതയുണ്ട്. പ്രണയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാകും. കുറച്ചു കാലമായിട്ട് അവർ തമ്മിൽ കാണാതിരുന്നെങ്കിലും ഇപ്പോൾ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ്. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് നാട് സന്ദർശിക്കാനും ബന്ധുക്കളെ കാണാനും അതുപോലെ തന്നെ പ്രായമായ ആളുകളുടെ അനുഗ്രഹം തേടാനും ഒക്കെയുള്ള യോഗം ഉണ്ടാകും. കുടുംബാംഗങ്ങളുമൊത്ത് തീർത്ഥയാത്രകൾ നടത്താനായിട്ട് ചോതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വീട് നിർമ്മാണം ആരംഭിക്കാൻ പറ്റുന്ന സമയമാണ്. സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടിട്ടുള്ളവർക്ക് ലോൺ ശരിയാകാനും അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും വീട് നിർമ്മാണം ആരംഭിക്കാനും ഒക്കെ സാധിക്കും. പിന്നെ കർമ്മരംഗത്ത് അത്യധ്വാനം ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ ഈ മാസം ഉണ്ടായേക്കാം. എങ്കിലും കുഴപ്പമില്ല, സാമ്പത്തികമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കുറേയെങ്കിലും കടം അടച്ചു തീർക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ശ്രമിക്കും. ഉദ്യോഗസ്ഥർക്ക് കുറച്ച് സമാധാനക്കുറവൊക്കെ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകാം. സൂര്യനും ബുധനും ശുക്രനും ചേർന്ന് നിൽക്കുന്നു. ഗുണകരമായ ഒരുപാട് കാര്യമുണ്ട്. അല്പം ദോഷകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഇത്. ഉദ്യോഗസ്ഥലത്തൊരു അല്പം സമാധാനക്കുറവിനുള്ള ഒരു പ്രശ്നം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ കടബാധ്യതകളുടെ കാര്യം ചിലർ ഓർമ്മിപ്പിക്കുന്നത് മൂലം നമുക്ക് മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടായേക്കാം. കടമൊക്കെ അടച്ചു തീർക്കാൻ സാധിക്കും, പക്ഷെ ചിലർ വന്ന് അത് പറയുമ്പോഴാണ്, നമ്മൾ കൊടുക്കാനുള്ള ആളായിരിക്കില്ല പറയുന്നത്, നമ്മുടെ ബന്ധുവോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിചയക്കാരനോ നിങ്ങൾ അയാൾക്ക് കുറേ പൈസ കൊടുക്കാനില്ലേ എന്നൊക്കെ ചോദിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ ഈ കോപമൊക്കെ ഒന്ന് അടക്കുക. വേറുള്ള ആൾക്കാരുമായിട്ട് തർക്കിച്ചും വഴക്കുണ്ടാക്കിയൊന്നും സമയം കളയാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാനുണ്ട്. ദാമ്പത്യ കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാസത്തിൻ്റെ ആദ്യത്തിൽ. അതായത് നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയാണ് ആ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളത്. എങ്കിൽ പോലും അത് പരസ്പരം പറഞ്ഞങ്ങ് തീർത്തുകൊള്ളുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഫലപ്രദമായിട്ട് ചെയ്യാനും സാധിക്കും. നിലവിലുള്ള നിയമങ്ങളൊക്കെ മറികടന്നും ചെയ്യാൻ ധൈര്യം കിട്ടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ചോദ്യ നക്ഷത്രക്കാർ ചെറിയ കലഹത്തിനും തർക്കത്തിനും ഒക്കെ നിൽക്കാതെ അവരവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. അതാണ് ഈ മാസം ഏറ്റവും അനുകൂലമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹമൊക്കെ കിട്ടും. നിങ്ങളുടെ കർമ്മരംഗം ഒന്ന് ഉണർന്നു വരും. വ്യാപാരമാണെങ്കിൽ നേരിയ ഇടപെടലുകളൊക്കെ ഉണ്ടായാൽ പോലും വ്യാപാരം നല്ല രീതിയിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള യോഗങ്ങൾ ഉണ്ട്. പിന്നെ നിഗൂഢ വിദ്യകളിൽ താല്പര്യമുണ്ടാകും എന്ന് പറഞ്ഞാൽ ജ്യോതിഷം, താന്ത്രികം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അർത്ഥം അറിയാനും
അതിൻ്റെ ഉള്ളുകള്ളികൾ അറിയാനൊക്കെ ഉള്ളൊരു ജിജ്ഞാസ, ഒരാകാംക്ഷ ഉള്ളിൽ ഉണ്ടായേക്കും. അത് ആകാംക്ഷ ഉണ്ടാകുന്നത് നല്ലതാണ്. ഏതൊരു അറിവും നേടുന്നത് നല്ലതാണ്. അത് ഏറ്റവും അനുയോജ്യരായ ആൾക്കാരുടെ കയ്യിൽ നിന്നും അറിവ് തേടിയാൽ മതി. മുറിവൈദ്യന് ആളെ കൊല്ലുമെന്ന് പറഞ്ഞ പോലെ അല്പം ജ്യോതിഷം പഠിച്ച ആൾ, അല്ലെ അല്പം പൂജ പഠിച്ചത്, അല്പം മന്ത്രം പഠിച്ചത്, അവരിൽ നിന്ന് പഠിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴും നല്ലൊരു ഗുരുവിനെ മാത്രം സ്വീകരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതുപോലെ ഉപദേശം തേടാനും വിദഗ്ധനായ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത്, അല്ലെങ്കിൽ വിദഗ്ധനായ ഒരു തിരുമേനിയുടെ അടുത്ത്, ഒരു പൂജാരിയുടെ അടുത്ത് പോവുക. നമ്മൾ പൂജകളൊക്കെ ചെയ്യിക്കുന്നതും വിദഗ്ധരായ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്കറിയാം ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാനുള്ള കുറേ വിദ്യകൾ ഈ നിഗൂഢ ശാസ്ത്രങ്ങളിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ഹയർ എനർജി ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്തൊക്കെ നല്ല അവബോധമുള്ള ആളുകൾ, ആത്മാർത്ഥതയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ദക്ഷിണ കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക. അതല്ലാതെ നമ്മൾ അതിൽ പോലും, നമ്മുടെ പ്രാർത്ഥനയിൽ പോലും നമ്മൾ അറിവില്ലാത്ത ആളുകളുടെ അടുത്ത് പോയി സമയം കളയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. മാസത്തിൻ്റെ ആദ്യം ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടേക്കാം, സാരമില്ല. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മാസം ചെയ്തു തീർക്കാനുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്, തുലാക്കൂറിലും വൃശ്ചികക്കൂറിലും. വിശാഖത്തിൻ്റെ 3/4 ഭാഗം തുലാക്കൂറിലും അവസാന പാദം വൃശ്ചികക്കൂറിലുമായിട്ടാണ് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്പം തടസ്സം അനുഭവപ്പെടും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മാനസികമായ തയ്യാറെടുപ്പ്, അതുപോലെ സാഹചര്യങ്ങൾ ഒരുക്കുക, ഇതൊക്കെ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. വേണ്ടത്ര ആലോചിച്ചും ചിന്തിച്ചും പ്രവർത്തിക്കുകയാണെങ്കിൽ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ക്ഷീണാവസ്ഥ മറികടക്കാനായിട്ട് സാധിക്കും. അതായത് പ്രിപ്പറേഷനാണ്. തുടക്കത്തിൽ ഒരു വ്യാപാരം തുടങ്ങുകയാണ്. വ്യാപാരത്തിൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെ ആയിരിക്കും, എത്രത്തോളം ലാഭം ഉണ്ടാവും ഓരോ വർഷവും, ആരെയൊക്കെയാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത്, നിയമങ്ങൾ എന്തൊക്കെയാണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇറങ്ങുന്നതാണ് നല്ലത്. ആ രംഗത്ത് പരിചയമുള്ള ആൾക്കാരുടെ നിന്ന് ഉപദേശം തേടുക. എല്ലാം വായിച്ച് മനസ്സിലാക്കാനൊന്നും നമുക്ക് പറ്റിയില്ല. നിലവിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഉപദേശവും സഹായവും ഒക്കെ ആദ്യം തേടേണ്ടി വരും. അപ്പോൾ അത് ആ രീതി തയ്യാറെടുപ്പ് നടത്താത്തത് കൊണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അധികാരികളുടെ അനിഷ്ടം നേരിടേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കുറേ വിഷമം ഉണ്ടാവും. മേലധികാരികളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ അനാവശ്യമായ പല ചിന്തകളും മനസ്സിനെ അലട്ടാനും സാധ്യതയുണ്ട്. പിന്നെ അതേസമയത്ത് തന്നെ നല്ല കാര്യങ്ങളൊക്കെ കുറേ ചെയ്യാൻ പറ്റും. ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളോട് സഹായം ചോദിക്കുന്നവർക്ക് കൃത്യസമയത്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുക, ഇതൊക്കെ വിശാഖ നക്ഷത്രക്കാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. കുറേ പണച്ചെലവൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് മിഥുനമാസം. എങ്കിൽ പോലും വലിയൊരു ബാധ്യതയിലേക്കൊന്നും പോകാനായിട്ട് സാധ്യതയില്ല. ഈ പണച്ചെലവൊന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ, കണക്കൊക്കെ എഴുതി വെച്ച് പണച്ചെലവ് കുറച്ച് നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കടന്നു പോകാൻ സാധിക്കും ഈ മാസം. അതിന് പറ്റിയൊരു സമയവും കൂടിയാണ് മിഥുനമാസം. പല പല ഗ്രഹ കോമ്പിനേഷൻസ് ഉണ്ട്. നമുക്ക് അക്കൗണ്ട്സൊക്കെ സൂക്ഷിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹ ആശീസ്സുകൾ തേടുന്നത് നല്ലതാണ്. ഒരു ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കിട്ടാനായിട്ട് അത് ഗുണകരമായിട്ട് മാറും. ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കുന്നതാണ്. കുട്ടികളുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ ഉപരിപഠനത്തിന് ചേരാൻ ഡെപ്പോസിറ്റൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. എങ്കിൽ പോലും അവർക്കത് പിന്നീട് ഉപകാരപ്പെടും. നല്ല ജോലിയൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. വിദേശയാത്ര പോകാനുള്ള യോഗമുള്ള കാലമാണ്. ബന്ധുക്കളെ, പ്രത്യേകിച്ച് പൗത്രാദികളെയൊക്കെ കാണാൻ സാധിക്കും. ദൂരെയുള്ള ആളുകളെയൊക്കെ കാണാൻ സാധിക്കും. ഒന്നുകിൽ വിദേശത്തുള്ളവർ നാട്ടിലേക്ക് വരും, ഇല്ലെങ്കിൽ നമുക്ക് വിദേശത്തേക്ക് പോയി അവരെ കാണാൻ സാധിക്കും. അതുപോലെ ജോലി തേടി വിദേശത്തേക്ക് പോകുന്നവർക്കും പഠനത്തിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നതുമായ വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണകരമായ കാലഘട്ടമാണ്. പിന്നെ നമുക്ക് എന്താണ്, ഈ അനാവശ്യ ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കി വിടുക. അത് നമ്മുടെ സമയം കളയുന്നേ ഉള്ളൂ, ഗുണം ഒന്നും ഉണ്ടാകുകയില്ല. ഈ ചിന്തകൾ മനസ്സിലിട്ട് താലോലിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, സമയം കളയാവുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ അനാവശ്യ ചിന്തകളും ആശങ്കകളൊക്കെ ഒഴിവാക്കിയിട്ട്
പ്രവർത്തന രംഗത്ത് സജീവമാകുക. ആദ്യം പറഞ്ഞ പോലെ അത് ശ്രദ്ധിക്കുക, നല്ല പ്രിപ്പറേഷൻ എടുത്തിട്ട് ഓരോരോ സംരംഭങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. കലാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളും കൂടെ തേടിക്കൊണ്ടിരിക്കണം, എങ്കിലേ നമ്മുടെ അടുത്തേക്ക് വരികയുള്ളൂ. വേറൊരാൾ വന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത്രയും സമയനഷ്ടമാണ് ഉണ്ടാകുന്നത്. സുഹൃത്തുക്കളിൽ നിന്നും വാഗ്ദാന ലംഘനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളോടൊരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു തരാതെ സമയത്ത് ചെയ്ത് തരാതിരിക്കുക, നമുക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് സമയത്ത് അതില്ല എന്ന് പറയുക. ഇങ്ങനെയൊക്കെ സുഹൃത്തുക്കൾ ചെറിയ പറ്റിക്കലൊക്കെ നടത്തിയേക്കാം. അതേസമയത്ത് കമ്മീഷൻ വ്യാപാരം, ഏജൻസി പ്രവർത്തനങ്ങൾ, ബ്രോക്കറായിട്ട് പ്രവർത്തിക്കുക, കരാർ പണികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇടനില നിൽക്കുക, അതിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ്. റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ന്യായമായ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ യുവാക്കളുമായിട്ട്, പ്രായമുള്ളവരും യുവാക്കളുമായിട്ട് ചെറിയ ആശയ ഭിന്നതകളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, വിശാഖ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്, അനാവശ്യമായ കാര്യങ്ങൾക്ക് സമയം കളയേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. പല കാര്യങ്ങൾക്കും ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്, അത് തേടി കണ്ടുപിടിച്ചാൽ മതി, അതാണ് നല്ലത്. അതുപോലെ കുറച്ച് അലച്ചിലിനൊക്കെ സാധ്യതയുണ്ട്, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടത് ഒരു ദോഷമെന്ന് വിചാരിക്കേണ്ട. അലച്ചിലുണ്ടായാൽ അതിനുള്ള ഗുണവും ഉണ്ടാകും. നല്ല രീതിയിൽ ചെയ്യുക. എപ്പോഴും മനസ്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം, ഒരു തയ്യാറെടുപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം ഏത് കാര്യം ചെയ്യാൻ ഇറങ്ങിയാലും. പിന്നെ കാലക്രമത്തിൽ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരും, ആശങ്കകളൊക്കെ കുറഞ്ഞു വരും. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുറേയേറെ പ്രലോഭനങ്ങൾ ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ പ്രലോഭനങ്ങൾ, ടെംപ്ടേഷൻസ് സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ പരിചയക്കാരോ അല്ലെങ്കിൽ വഴിക്ക് പരിചയപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ശ്രമിച്ചേക്കാം. അപകടമാണ് അതിൻ്റെ പുറകെ പോകുന്നത്. പ്രലോഭനങ്ങളിൽ വീണു പോകരുത്, അത് വളരെയേറെ ശ്രദ്ധിക്കുക. മനസ്സിന് നല്ല ധൈര്യം കൊടുക്കുക, മനസ്സിനൊരു ഉറച്ച മനസ്സ് എടുക്കുക. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക. പ്രണയികളെ സംബന്ധിച്ചിടത്തോളം, പ്രണയിക്കുന്ന കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേയേറെ മത്സരം നേരിടേണ്ടി വരും. ബിസിനസ് രംഗത്തുള്ളവർക്കും കരാർ പണികൾ നടത്തുന്നവർക്കും ഒരു പരിധിവരെ ഉദ്യോഗസ്ഥർക്കും മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മരംഗത്ത് മത്സരം നേരിടേണ്ടി വരുന്ന സമയമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളിൽ നിന്നും അവർക്കെതിരെയുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്തായിരിക്കും നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഈ പ്രലോഭനങ്ങളുടെ ഒന്നും പുറകെ പോകരുത് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്ക് വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പം അവരെ സപ്പോർട്ട് ചെയ്തില്ല എന്നൊരു പരാതി ഉണ്ടായേക്കാം. അത് സാരമില്ല, നമ്മളെപ്പോഴും ഈശ്വരൻ്റെ പാതയിൽ കൂടെ പോകുന്നതാണ് നല്ലത്. സത്യത്തിൻ്റെ പാതയാണ് ഈശ്വരൻ്റെ പാത എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുക, അതാണ് കറക്റ്റ് നിലപാട്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ് മിഥുനമാസം. പൊതുവെ പറഞ്ഞാൽ ഗുണാനുഭവങ്ങൾ അല്പം കൂടി നിൽക്കും എന്ന് പറയുന്നതാണ് നല്ലത്. ആദിത്യൻ 8-ലാണ്, സൂര്യൻ 8-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഒരു ഉത്സാഹക്കുറവ് അനുഭവപ്പെടും. അതാണ് പ്രധാനമായിട്ടും ഈ ഒരു നെഗറ്റീവ് പറയാനുള്ളത്. സൂര്യനാണല്ലോ നമുക്ക് കർമ്മരംഗത്ത് ഉത്സാഹം തരുന്ന ഒന്ന്, സൂര്യനാണ്. അതുപോലെ ചൊവ്വയാണ് നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ പിടിച്ചെടുക്കാനുള്ള കഴിവും ധൈര്യവും ഒക്കെ തരുന്നത് ചൊവ്വയാണ്. അപ്പോൾ സൂര്യൻ 8-ലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു മടി അല്ലെങ്കിൽ ഒരു അലസത അല്ലെങ്കിൽ ഒരു ഉദാസീനത എന്ന് പറയാം. അതുപോലെ ജോലിഭാരം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മേലധികാരികളുമായിട്ടുള്ള മേലധികാരികളുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒരല്പ ഉലച്ചിലുകളൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. പണം കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ കടവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തർക്കങ്ങൾ പിന്നീട് സൃഷ്ടിക്കപ്പെടാം. വെറുതെ നമ്മൾ മനപ്രയാസം വലിച്ചു വെക്കേണ്ടതില്ല. മിഥുനമാസത്തിൽ കടം കൊടുക്കുന്നത് ഒഴിവാക്കുക, പറ്റുമെങ്കിൽ കടം വാങ്ങിക്കുന്നതും ഒഴിവാക്കുക. കടം സംബന്ധിച്ച് ഒരു മാനസിക ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടാകാം.
അമിത ആവേശത്തോടെ കാര്യങ്ങളിൽ എടുത്തു ചാടുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. മനസാക്ഷിക്ക് വിരുദ്ധമായ ഒരു കാര്യവും ചെയ്യരുത്. അതുപോലെ തന്നെ ഉദ്യോഗം, നിലവിലുള്ള ജോലി ഒന്ന് മാറ്റി പുതിയൊരു ജോലിയിലേക്ക് പോകാം എന്ന് വിചാരിച്ചേക്കാം. കുഴപ്പമില്ല. പുതിയ ജോലിയെപ്പറ്റി മനസ്സിലാക്കിയിട്ട് അത് സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ സഹായിക്കാനായിട്ട് അനിഴം നക്ഷത്രക്കാർ സന്നദ്ധരായിരിക്കും. സുഹൃത്തുക്കൾ ചെയ്യേണ്ട ചുമതലകളിലൂടെ പലപ്പോഴും ഏറ്റെടുത്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ മേലധികാരികളുമായിട്ടുള്ള ബന്ധം അല്പം മോശമാകുമ്പോൾ നമ്മൾ നമ്മുടെ സംസാരവും നമ്മൾ മേലധികാരിയോടുള്ള പെരുമാറ്റമൊക്കെ കുറച്ചൊന്ന് നിയന്ത്രിക്കുക. കാരണം അവർക്കും അവരുടേതായ ടെൻഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടായിരിക്കും നമ്മളോട് കോപിക്കുന്നത്. അപ്പം നമ്മളും അതോടൊപ്പം നിന്നാൽ ആ ബന്ധം വഷളാകുകയും ആ ജോലി നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പ്രത്യേകം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മളെപ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ പെരുമാറുമ്പോഴും ഒക്കെ ഒരു സംയമനം പാലിക്കുക. അപ്പം നമ്മൾ അതുകൊണ്ട് താന്നു പോകുമൊന്നുമില്ല. നമുക്കത് പിന്നീട് ഗുണം ഉണ്ടാവും. മേലധികാരി തന്നെ പിന്നീട് നമ്മളെ വിളിച്ച് സോറി പറയാൻ ഇടയുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി ചെറിയ രോഗങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. വ്യാഴം 7-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ആലോചനകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഉചിതമായ വിവാഹാലോചനകൾ വന്നേക്കാം. കൂട്ടുകച്ചവടം ഗുണകരമായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ കമ്പനികളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ രീതിയിലാണ് വരുന്നത്. മേലധികാരി ചിലപ്പം കോപിച്ച് എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ കമ്പനിയുടെ ഉടമസ്ഥൻ നമ്മളോട് എന്തെങ്കിലും കോപിച്ച് പറഞ്ഞിട്ട് സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ പുള്ളി നമുക്ക് ആശ്വാസം നൽകുകയും നമുക്ക് അർഹമായ പൊസിഷനൊക്കെ തരാൻ തയ്യാറാകുകയും ചെയ്യും. അതുപോലെ തന്നെ നിലവിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് തന്നെ ജോലിയിൽ ഒരല്പം ഗുണകരമായ അവസ്ഥ മാസാവസാനത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അന്യദേശവുമായിട്ട് ബന്ധപ്പെട്ടോ വിദേശ യാത്രകൾ കൊണ്ടോ ഒക്കെ പ്രയോജനം ഉണ്ടാകുന്ന ഒരു മാസമാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. പുതിയ തലമുറയും പഴയ തലമുറയായിട്ട് കുടുംബത്തിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള, പരസ്പരം മനസ്സിലാക്കാനുള്ള ചില അവസരങ്ങൾ, കുടുംബയോഗം പോലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ബന്ധുക്കളുമായിട്ടുള്ള വിരോധമൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടവുമാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ സംസാരം വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. മോശമായ വാക്കുകളൊന്നും എന്താണേലും ഉപയോഗിക്കരുത്. പിന്നെ ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേക ഫലം പറയുകയാണെങ്കിൽ ശത്രുക്കളുടെ നീക്കം തിരിച്ചറിയാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. ശത്രുക്കൾ എന്തെങ്കിലും പാരവെക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നമുക്കത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ലാഭം ഉണ്ടാക്കാം. കാർഷിക ആദായമൊക്കെ വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സാങ്കേതിക വിദ്യകളൊക്കെ പഠിക്കാനും അവർ ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളിൽ സ്വതന്ത്രമായ തീരുമാനങ്ങളെടുക്കാനും നമുക്കൊരു സംഘത്തെ നയിക്കാനും ഒക്കെയുള്ള കഴിവ് കിട്ടുന്നതാണ്. പിന്നെ നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ കൂടെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ വ്യാപാര ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം ഉണ്ടാകാം. കമ്മീഷൻ ഏജൻസികളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകാം. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള സഹകരണം കുറയുന്ന ഒരു സമയമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ തെറ്റിദ്ധാരണയും ആശങ്കയും ഒക്കെ അങ്ങ് ഒഴിവാക്കുക, ദേഷ്യം ഒഴിവാക്കുക, സാഹചര്യത്തിനനുസരിച്ച് സംയമനം പാലിക്കുക. എപ്പോഴും നമ്മളൊന്നും മിണ്ടാതിരിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒഴിവാക്കാൻ കഴിയുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മുടെ തലയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ. അതും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സംയമനം എന്ന് പറഞ്ഞാൽ പാവമായിട്ട് ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുക, അടി മുഴുവൻ കൊണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. സംയമനം പാലിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആവശ്യമുള്ള രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എടുത്തു ചാടി അങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ പോവാതിരിക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശത്രുക്കളുടെ പ്രവർത്തനത്തെ ഒക്കെ എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കും. ശത്രുക്കളുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്കും സാധിക്കുന്നതാണ്. മുൻകൂട്ടി മനസ്സിലാക്കാം. സമർത്ഥമായിട്ട് തന്നെ നമുക്കതിനെ എതിരിടാനും സാധിക്കും, അവരെ തോൽപ്പിക്കാനും സാധിക്കും. ശത്രു നിഷ്പ്രഭനായി മാറും. കാരണം 6-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ 6-ൽ നിൽക്കുമ്പോൾ ശത്രുക്കൾ നിഷ്പ്രഭരാകും.
അതുപോലെ തന്നെ തൊഴിൽ ഉയർച്ചയ്ക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധ്യത ഉണ്ട്. വ്യാപാരമൊക്കെ കൂടുതൽ വിപുലപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. കൃഷിയിൽ നിന്നും ആദായം ഉണ്ടാകും, കാർഷിക ആദായം വർദ്ധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്ന കാലഘട്ടവുമാണ്. സ്ഥാനക്കയറ്റത്തിന് കാലതാമസം ഉണ്ടാകുമെങ്കിലും സ്ഥാനക്കയറ്റം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഈ മാസം കിട്ടുന്നതാണ്. പുതിയ വ്യാപാരം തുടങ്ങാനുള്ള തീരുമാനം തൽക്കാലം അല്പം കൂടെ നീട്ടിവെക്കാനാണ് സാധ്യത. നിലവിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതുമാണ്. പിന്നെ നോക്കുമ്പോൾ കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സമാധാനമൊക്കെ നിലനിൽക്കുന്ന ഒരു മാസമാണ്. പിന്നെയുള്ളത് അഗ്നി, ആയുധം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പം സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോഴും നല്ലൊരു ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് ഈ മാസം ശ്രദ്ധിക്കുക. ഉപരിപഠനത്തിന് പ്രവേശനം കിട്ടുന്നതാണ്. ഉദ്ദേശിച്ച കോഴ്സുകൾക്കൊക്കെ പ്രവേശനം കിട്ടാൻ വിദ്യാർത്ഥികൾക്ക് യോഗമുണ്ട്. പിന്നെ തുടർ പഠനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സാഹിത്യരചനയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. ജോലി ചിലപ്പോൾ ഒരല്പം അലസതയൊക്കെ കാണിച്ചാലും ഇത്തരം സർഗാത്മകത, നമുക്ക് കവിത എഴുതുക, ചിത്രം വരയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതാണ്. വീടൊന്ന് മോടി പിടിപ്പിക്കാനും നല്ല കുറച്ച് ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മാസമാണ് ഈ മിഥുന മാസം. 5ലാണ് രാഹു എങ്കിലും അതിനകത്ത് ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല. 5ലെ രാഹു ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വഴികളിൽ കൂടെ കുറച്ച് ധനമൊക്കെ കൊണ്ടുത്തരും. സന്താനങ്ങളെ സംബന്ധിച്ച് സന്താനങ്ങൾ നമ്മളുമായിട്ട് ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ അച്ഛനമ്മമാരും മക്കളുമായിട്ടുള്ള ചെറിയ തർക്കം എന്നൊക്കെ പറയുന്നത് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതോർത്ത് പിന്നെ മനസ്സിനെ ആകുലമാക്കേണ്ട കാര്യവുമില്ല. അതൊക്കെ അങ്ങ് മാറിപ്പോയി വീണ്ടും സ്നേഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും ഇതുപോലെ ചെറിയ പിണക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പിണക്കമല്ല, ആശയപരമായ വ്യത്യാസമാണ്. ഭർത്താവ് ഒന്ന് പറയും, ഭാര്യ വേറൊന്ന് പറയും. പക്ഷേ അതിനകത്ത് ഒരു സമവായത്തിൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. വീടെപ്പോഴും ഒരു സ്വർഗം പോലെ ആക്കാനായിട്ട് നോക്കണം. ചെറിയ ചെറിയ പിണക്കവും അഭിപ്രായ വ്യത്യാസമൊക്കെ എവിടെ വേണേലും ഉണ്ടാവും. അതിന് ശേഷം നമ്മൾ കൂട്ടായ ഒരു തീരുമാനത്തിലെത്തുമ്പം ആ ബന്ധങ്ങൾ കൂടുതൽ ഉറച്ചു വരും. അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ നക്ഷത്രത്തിൻ്റെ പ്രത്യേക ഫലം നോക്കുമ്പോൾ ആശയവിനിമയത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ബുധന് മൗഢ്യമുണ്ട്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ആകാംക്ഷ മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചേക്കാം. ഇനി അവരുടെ പേഴ്സണൽ കാര്യത്തിലോട്ട് നമ്മൾ ഇടപെടുകയാണോ എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് അവരുടെ ജീവിതത്തിലോട്ട് ഇടിച്ചു കയറുന്നത് ഒട്ടും ശുഭകരമല്ല. അവർക്കത് വളരെ അരോചകമായിട്ട് തോന്നിയേക്കാം. ആഡംബര ചെലവുകൾ കൂടാനായിട്ട് ഇടയുണ്ട്. നക്ഷത്ര സ്വഭാവം വെച്ച് മാതാപിതാക്കളും കുട്ടികളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട രേഖകൾ കിട്ടാനായിട്ട് കാലതാമസം ഉണ്ടായേക്കാം. പൊതുവേ പക്ഷേ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യവും ഒരു സ്വാശ്രയത്വവും അതുപോലെ കടങ്ങളൊക്കെ കുറേ വീട്ടണമെന്നുള്ള ഒരു ബോധ്യവും ഒക്കെ ഈ മാസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളായിട്ട്, മിഥുന മാസത്തെ ഫലങ്ങളായിട്ട് എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം കണ്ടെത്തിയത്. അപ്പോൾ ഇതാണ് നമ്മൾ 4 നക്ഷത്രക്കാർ, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, ഈ 4 നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് പൊതുവായ ഫലം നോക്കുമ്പം ഒരു 80% നിങ്ങൾക്ക് അനുഭവയോഗ്യമായ ഫലങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കട്ടെ എന്നും എല്ലാവർക്കും ദൈവാനുഗ്രഹം കിട്ടട്ടെ എന്നും നിങ്ങളുടെ വാക്കുകളൊക്കെ നല്ല വാക്കുകളായിട്ട് തീരട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കുറേ സാധിക്കുന്ന ഒരു സമയമാകട്ടെ, കടമൊക്കെ വീട്ടാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പൊതുവെ നോക്കുമ്പോഴത്തേക്കും ഈ 4 നക്ഷത്രക്കാർക്കും അത്ര ദോഷകരമായ സമയമൊന്നുമല്ല. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മുക്തരാകാൻ സാധിക്കും. അലസതയും മുൻകോപമൊക്കെ ഒന്ന് ഒഴിവാക്കുക, എടുത്തിയാട്ടമൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഗ്രഹസ്ഥിതി അങ്ങനെയാണല്ലോ നമ്മളിപ്പം പല നക്ഷത്രക്കാരുടെയും കണ്ടത്. അപ്പോൾ എടുത്തിയാട്ടം ഒഴിവാക്കിയിട്ട് സംയമനത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോവുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടും പുതിയ അറിവുകൾ നേടാനുമൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ജ്യോതിഷ താല്പര്യമുള്ള പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.